എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരുപാട് ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ? പക്ഷേ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലെത്തുമ്പോൾ എല്ലാവരും അവരവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വേണ്ട എന്ന് വയ്ക്കും. പിന്നെ ജീവിച്ചങ്ങനെ പോകും അല്ലേ? പക്ഷെ ചിലർ മാത്രം അവരാ ലക്ഷ്യത്തിലെത്തുന്നത് വരെ കഠിനമായി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾക്കൊരു കഥ കേട്ടാലോ? അമേരിക്കയിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു മെൽവിൻ റോബർട്ട്സ് ജനിച്ചത്. മിസിസിപ്പിയിലെ ഫ്രാങ്ക്ലിൻ അക്കാഡമി ഓഫ് കൊളംബസ് പബ്ലിക് സ്കൂളായിരുന്നു അവൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. 10ാം ക്ലാസ് പൂർത്തിയാവുന്നതിന് മുമ്പ് എല്ലാ വിദ്യാർത്ഥികളും എന്തായിത്തീരണമെന്ന ജീവിത ലക്ഷ്യം വ്യക്തമായി വിവരിച്ച ഒരു കുറിപ്പ് ക്ലാസ് ടീച്ചർക്ക് സമർപ്പിക്കേണ്ടത് നിർബന്ധമായിരുന്നു. ഓരോ കുട്ടികളും അവർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതും അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതുമായ ലക്ഷ്യമാണ് എഴുതേണ്ടത്. ടീച്ചർ അത് പരിശോധിച്ച ശേഷം ഗ്രേഡ് നൽകുകയും ആ ഗ്രേഡ് കൂടി പരിഗണിച്ചായിരുന്നു മൊത്തം മാർക്ക് കണക്കാക്കുന്നത്. സ്കൂളിലെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു മെൽവിൻ റോബർട്ട്സ്. പന്തയക്കുതിരകളെ പരിപാലിക്കലായിരുന്നു അവൻ്റെ അച്ഛൻ്റെ ജോലി. അതുകൊണ്ട് തന്നെ പന്തയക്കുതിരകളും മത്സരങ്ങളും അവൻ്റെ മനസ്സിൽ എന്നും നിറഞ്ഞു നിന്നിരുന്നു. കുതിരയെ ഫാമിൽ നിന്ന് പന്തയ സ്ഥലങ്ങളിലേക്കും തിരിച്ചും എത്തിക്കാൻ അവനും അച്ഛനെ സഹായിച്ചിരുന്നു. വലുതാകുമ്പോൾ ഒരുപാട് പന്തയക്കുതിരകൾക്ക് ഉടമയാകണം എന്നതാണ് അവൻ്റെ ആഗ്രഹം. 200 ഏക്കറോളം വിശാലമായ ഒരു കുതിര ഫാം സ്വന്തമാക്കണമെന്നും അവൻ ആഗ്രഹിച്ചു. ടീച്ചറുടെ നിർദ്ദേശപ്രകാരം അവൻ തൻ്റെ ആഗ്രഹം വിശദമായി എഴുതിയ ഒരു കുറിപ്പ് തയ്യാറാക്കി. ഫാമിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ കെട്ടിടങ്ങളുടെയും കുതിരാലയങ്ങളുടെയും ട്രാക്കിൻ്റെയും സ്ഥാനം കാണിക്കുന്ന 200 ഏക്കർ റാഞ്ചിൻ്റെ ഒരു ഡയഗ്രം പോലും അവൻ അതിൽ വരച്ചു. തുടർന്ന് 200 ഏക്കർ സ്വപ്ന റാഞ്ചിൽ ഇരിക്കുന്ന 4000 ചതുരശ്ര അടി വീടിൻ്റെ വിശദമായ ഫ്ലോർ പ്ലാനും വരച്ചു. അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയ അവൻ്റെ വലിയ ആഗ്രഹത്തിൻ്റെ രേഖ അവൻ ക്ലാസ് ടീച്ചർക്ക് സമർപ്പിച്ചു. 2 ദിവസത്തിന് ശേഷം അവന് തൻ്റെ ആഗ്രഹങ്ങൾ എഴുതിയ ആ പേപ്പറുകൾ തിരികെ ലഭിച്ചു. മുൻപേജിൽ തന്നെ ഒരു വലിയ ചുവന്ന ഡി, അതിൽ ക്ലാസ് കഴിഞ്ഞ് തന്നെ കാണണമെന്നും ടീച്ചർ എഴുതിയിരുന്നു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവൻ ക്ലാസ് ടീച്ചറെ സന്ദർശിച്ചു. എന്തുകൊണ്ടാണ് തനിക്ക് ഡി ഗ്രേഡ് ലഭിച്ചതെന്ന് അവൻ ടീച്ചറോട് ചോദിച്ചു. ടീച്ചർ പറഞ്ഞു, നിന്നെപ്പോലുള്ള ഒരു സാധാരണ കുട്ടിക്ക് സാധ്യമായ ആഗ്രഹങ്ങളല്ല അതിലുള്ളത്. നിന്റെ കുടുംബത്തിന്റെ പക്കൽ പണമില്ല. നിങ്ങൾ കുതിരകളെ പരിപാലിക്കുന്ന ജോലി ചെയ്യുന്ന കുടുംബമാണ്. ഒരു കുതിര റാഞ്ച് സ്വന്തമാക്കാൻ ധാരാളം പണം ആവശ്യമാണ്. ഭൂമി വാങ്ങുന്നതിനും നല്ല പണം ആവശ്യമായി വരും. നിനക്കത് ഒരിക്കലും സാധിക്കില്ല. ടീച്ചർ കൂട്ടിച്ചേർത്തു. നീ ഈ പേപ്പർ കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടെ എഴുതുകയാണെങ്കിൽ ഞാൻ നിനക്ക് നിന്റെ ഗ്രേഡ് മാറ്റിത്തരും. അങ്ങനെ മെൽവിൻ റോബർട്ട്സ് ആ പേപ്പറുകളുമായി വീട്ടിലേക്ക് മടങ്ങി. ദിവസങ്ങളോളം അതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, മോനെ, ഇത് നിന്റെ സ്വപ്നമാണ്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നീയാണ്, അല്ലാതെ ഞാനല്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, നിന്റെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട് എന്നത് നിന്റെ സ്വപ്നത്തെ ബാധിക്കുന്ന കാര്യമേ അല്ല. അതെങ്ങനെ നടപ്പിലാക്കണം എന്നത് നീ എടുക്കുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. അങ്ങനെ ഒരാഴ്ചയോളം അതിനെക്കുറിച്ച് ചിന്തിച്ച ശേഷം അവൻ ഒടുവിൽ ഒരു മാറ്റവും വരുത്താതെ അതേ പേപ്പർ തന്നെ ക്ലാസ് ടീച്ചർക്ക് കൊടുത്തു. എന്നിട്ട് ടീച്ചറോട് പറഞ്ഞു, എനിക്ക് ഡി ഗ്രേഡ് മതി. എൻ്റെ സ്വപ്നങ്ങൾ മാറ്റി എഴുതാൻ എനിക്ക് സാധിക്കില്ല. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. ഒരുപാട് നാളത്തെ പ്രയത്നത്തിന് ശേഷം മെൽവിൻ റോബർട്ട്സിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. അന്ന് ടീച്ചർ നൽകിയ ഡി ഗ്രേഡ് എഴുതിയ പേപ്പർ ഫ്രെയിം ചെയ്ത് 4000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്രധാന ഹാളിൽ തൂക്കിയിട്ടിരിക്കുന്നു. 200 ഏക്കർ വരുന്ന ഭൂമിയുടെ മധ്യത്തിൽ ആ വീട് തല ഉയർത്തി നിൽക്കുന്നു. ഒരു ദിവസം അവൻ്റെ പഴയ ടീച്ചർ അതേ സ്കൂളിൽ നിന്നും 30 വിദ്യാർത്ഥികളുമായി പ്രവൃത്തി പരിചയ പഠനത്തിനായി ക്യാമ്പ് ചെയ്യാൻ അവൻ്റെ ഫാമിലേക്ക് വന്നു. ഒരാഴ്ച കഴിഞ്ഞ് പോകുമ്പോൾ ടീച്ചർ മെൽവിൻ റോബർട്ട്സിന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്റെ ടീച്ചറായിരിക്കുമ്പോൾ ഒരു സ്വപ്ന മോഷ്ടാവായിരുന്നു. എത്രയോ വർഷങ്ങളായി ഞാൻ ഒരുപാട് കുട്ടികളുടെ സ്വപ്നങ്ങൾ മോഷ്ടിച്ചു. ഭാഗ്യവശാൽ നീ മാത്രം നിന്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാതിരിക്കാനുള്ള ധൈര്യം കാണിച്ചു. എന്നിട്ട് ടീച്ചർ വിദ്യാർത്ഥികളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നങ്ങൾ മോഷ്ടിക്കാൻ ആരെയും അനുവദിക്കരുത്. സ്വപ്ന മോഷ്ടാക്കളായി മാതാപിതാക്കളും ഗുരുജനങ്ങളും സുഹൃത്തുക്കളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല ഉപദേശങ്ങളുമായി കടന്നുവരും. എന്തു തന്നെയായാലും നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ അതിനുവേണ്ടി പ്രയത്നിച്ച് ലക്ഷ്യം കീഴടക്കൂ. സുഹൃത്തുക്കളെ, കഥ കേട്ടല്ലോ. സാമ്പത്തികമായ പരിമിതികൾ, നിലവിലുള്ള സാഹചര്യം, സമൂഹം, ഇതൊന്നും തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളെ കയ്യെത്തിപ്പിടിക്കാനുള്ള തടസ്സങ്ങളല്ല. വ്യക്തവും കൃത്യമായ ലക്ഷ്യവും അർപ്പണബോധവും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും അവനവൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാം.